സൗരയൂഥത്തിൽ നിരവധി ഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ചിഹ്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ തുടങ്ങിയവയുണ്ട്. എന്നാൽ ഭൂമി മാത്രമാണ് ജീവനുള്ള ഇടം എന്നാണ് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അതേസമയം ബഹിരാകാശത്തെ മറ്റനേകം ഇടങ്ങളിൽ ജീവനുണ്ടായേക്കാം എന്നാണ് ഗവേഷകർ കരുതുന്നത്. ജ്യോതിശാസ്ത്രജ്ഞർ ബെന്നു എന്ന ചിഹ്നഗ്രഹത്തിന്റെ സാമ്പിളുകളിൽ നിന്നും ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ബ്ലോക്കുകൾ കണ്ടെത്തിയതായി നാസ കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു. എന്നാൽ പേരുപോലെ അത്ര ഓമനത്വമുള്ളതല്ല ബെന്നു. ബെന്നുവിന്റെ സഞ്ചാരവും സ്വഭാവമൊക്കെ ഒരു ലക്കുകെട്ട മട്ടിലാണ്. 159 വർഷത്തിനുള്ളിൽ, അതായത് 2182 ഡിസംബർ 24 ബെന്നു ഉൽക്കാശില ഭൂമിയിൽ പതിക്കുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. അതിന്റെ കൂട്ടിയിടി 22 അണുബോംബുകളുടെ സ്ഫോടനത്തിന് തുല്യമായ നാശത്തിന് കാരണമാകും. ഭൂമിയിൽ നിന്ന് ദിനോസറുകളെ തുടച്ചു നീക്കിയ ഉൽക്കാശിലയേക്കാൾ 20 മടങ്ങ് വീതി കുറവാണ് ബെന്നുവിനുള്ളത്. എന്നാൽ കൂട്ടിയിടിച്ചാൽ നാശനഷ്ടം വലുതായിരിക്കും. ഇത് നിലത്ത് പതിച്ചാലും കടലിൽ വീണാലും നാശനഷ്ടം ഉറപ്പാണെന്നും ശാസ്ത്രലോകം പറയുന്നു. ഇതിന്റെ കൂട്ടിയിടിയിൽ രൂപപ്പെടുന്ന ഗർത്തത്തിൽ ഏകദേശം 10 കിലോമീറ്റർ വീതി ഉണ്ടാകും. കൂട്ടിയിടിക്കുന്ന സ്ഥലത്തിന് ചുറ്റുമുള്ള 1000 കിലോമീറ്ററോളം ഒന്നും അവശേഷിക്കില്ല. ബെന്നു കടലിൽ പതിച്ചാൽ സുനാമി തിരമാലകൾ ഉണ്ടാകുമെന്നും കണക്കാക്കുന്നു. ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയിൽ പതിച്ചാലുള്ള അവസ്ഥ അത്രയും ഭീകരമാണ്. ഒരു ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചാൽ അന്തരീക്ഷത്തിൽ പൊടിയും പുകയും ഉയരുകയും സൂര്യപ്രകാശം താഴേക്ക് എത്തുന്നത് തടയുകയും ചെയ്യും. ഇതോടെ ഭൂമിയിലെ മൊത്തം താപനില കുറയും. ഈ സംഭവം പല ജീവജാലങ്ങളുടെയും ജീവന് ഭീഷണിയായേക്കാം. ഉദാഹരണത്തിന്, ഒരു കെട്ടിടത്തിന്റെ വലിപ്പത്തിലുള്ള ചിഹ്നഗ്രഹം പതിക്കുകയാണെങ്കിൽ അത് ചെറിയൊരു നഗരത്തെ തകർത്തേക്കാം. 20 നില കെട്ടിടത്തിന്റെ വലിപ്പമുള്ള ചിഹ്നഗ്രഹം പതിക്കുകയാണെങ്കിൽ അതൊരു ചെറിയ രാജ്യത്തെ തന്നെ പൂർണ്ണമായും നശിപ്പിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ലക്ഷം കിലോമീറ്ററുകൾക്ക് അപ്പുറം പോകുന്ന ചിഹ്നഗ്രഹങ്ങളെപ്പോലും നാം സംശയദൃഷ്ടിയോടെയാണ് കാണുന്നത്. അടുത്ത കാലത്തായി ലോകത്തെമ്പാടുമുള്ള ജ്യോതിശാസ്ത്രജ്ഞരുടെ ചങ്കടിപ്പ് കൂട്ടിയ ചിഹ്നഗ്രഹമാണ് 2024 YR-4 എന്ന ചിഹ്നഗ്രഹം. 2032 ഡിസംബർ 22 ഇത് ഭൂമിയുമായി കൂട്ടിയിടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. അപകട സാധ്യതയാൽ സിറ്റി കില്ലർ എന്ന വിശേഷണം ഇതിനകം ഈ ചിഹ്നഗ്രഹത്തിന് ലഭിച്ചു കഴിഞ്ഞു. ഭൂമിയിൽ 2024 YR-4 ചിഹ്നഗ്രഹത്തിന്റെ കൂട്ടിയിടി സംഭവിച്ചാൽ ഹിരോഷിമയിൽ പതിച്ച അണുബോംബിന്റെ 100 മടങ്ങ് പ്രകടശേഷി ഉണ്ടാകുമെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്. അതിനാലാണ് 2004 YR-4 ചിഹ്നഗ്രഹം ജ്യോതിശാസ്ത്രജ്ഞർക്കിടയിൽ ഭീകരനായി മാറിയത്. 130 മുതൽ 300 അടി വരെ വലിപ്പം കണക്കാക്കുന്ന 2004 YR-4 ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചാൽ 5.7 കിലോമീറ്റർ പ്രദേശം പൂർണ്ണമായും ഇല്ലാതാകും. 19 കിലോമീറ്റർ ദൂരം വരെ നാശനഷ്ടമുണ്ടാകാം. ചെറിയൊരു നഗരം തരിപ്പണമാക്കാൻ ഈ ഒരു ചിഹ്നഗ്രഹത്തിന് സാധിക്കും. ഇത്തരം ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയിൽ ഇടിച്ചാൽ അവയുണ്ടാക്കുന്ന ആഘാതത്തെക്കുറിച്ച് പറയുന്ന അളവ് ടൊറിനോ സ്കെയിലാണ്. അത് പ്രകാരം ഭൂമിക്ക് നേരെ വരുന്നു എന്ന് തിരിച്ചറിയപ്പെട്ട ചിഹ്നഗ്രഹങ്ങളിൽ ഭൂമിയിൽ പതിക്കാൻ 1% സാധ്യത കൽപ്പിക്കുന്നത് ഇതിനു മാത്രമാണ്. ചിഹ്നഗ്രഹം ഭൂമി ഇടിക്കാൻ ഇപ്പോഴും നേരിയ സാധ്യതയുള്ളൂ എങ്കിലും അതിന്റെ ഭീഷണി ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, സുഡാൻ, നൈജീരിയ, വെനൻസുല, കൊളംബിയ, ഇക്വഡോർ എന്നീ രാജ്യങ്ങളടങ്ങുന്ന മേഖല വരെ വ്യാപിച്ചിരിക്കുകയാണ്. ഭൂമിയുടെ കറക്കത്തിനനുസരിച്ച് പ്രദേശങ്ങളിൽ നേരിയ വ്യത്യാസം ഉണ്ടായേക്കാം. റിസ്ക് കോറിഡോർ എന്നാണ് ശാസ്ത്രജ്ഞർ ഈ മേഖലയെ വിശേഷിപ്പിക്കുന്നത്. വരും വർഷങ്ങളിൽ കൂടുതൽ കൃത്യതയാർന്ന പ്രവചനങ്ങൾ ഗവേഷകർക്ക് നടത്താൻ സാധിക്കും. 2024 YR-4 നിലവിലെ സ്ഥിതി വെച്ച് കൂടുതൽ കൃത്യതയുള്ള പ്രവചനം സാധ്യമല്ലെന്ന് ഗവേഷകർ പറയുന്നു. 2008 ഭൂമിക്ക് മുകളിൽ വായുവിൽ വെച്ച് പൊട്ടിച്ചെതറിയ ടുംഗുസ്ക ചിഹ്നഗ്രഹത്തിന്റെ പ്രകടശേഷിയാണ് 2024 YR-4 പ്രതീക്ഷിക്കുന്നത്.